അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, ഇതെല്ലാവർക്കും ഷെയർ ചെയ്തോണ്ടി. സൗദി അറേബ്യയിൽ ഒരുപാട് പ്രവാസികളുണ്ട്, ജോലി ചെയ്യുന്നവർ. ഇവരൊക്കെ പാസ്പോർട്ട് പുതുക്കാൻ ആളുകളുണ്ടാവും. പാസ്പോർട്ട് പുതുക്കാനാകുമ്പോൾ അവസാന ഘട്ടത്തിൽ പാസ്പോർട്ട് പുതുക്കാൻ നിൽക്കരുത്. നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പാസ്പോർട്ട് പുതുക്കാൻ നോക്കുക. നിങ്ങളൊരു വർഷത്തിന് താഴെ, ഒരു വർഷത്തിന് താഴെ എത്ര ഡേറ്റിനെങ്കിൽ അപ്പം പുതുക്കുക. കാരണം കൂടുതൽ ഡേറ്റ് താഴോട്ടാകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് പലതരത്തിലെ കേസുകളുണ്ടാവും നാട്ടിൽ. ഡൈവേഴ്സിൻ്റെ പ്രശ്നം, എന്തെങ്കിലും അടിപിടി കേസ്, കാരണം പലതരത്തിലെ കേസ്. ഇങ്ങനെ കേസുള്ള ആളുകൾ ഒരിക്കലും പാസ്പോർട്ട് പുതുക്കാൻ കൊടുക്കരുത്, ഡയറക്റ്റ് കൊടുക്കരുത്. കാരണം ആ കേസ് തീരാതെ കൊടുത്താൽ നിങ്ങളെ പാസ്പോർട്ട് അവിടെ പിടിച്ചു വെക്കും. പിന്നെ നിങ്ങൾക്ക് ഔട്ട് പാസ്സേ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് വക്കീൽ മുഖേന മറ്റൊരു പേപ്പർ വാങ്ങിയിട്ട് VFS കൊടുത്താൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിന് പാസ്പോർട്ട് പുതുക്കി കിട്ടും. ആ ഒരു കൊല്ലത്തിന് മുമ്പ് നിങ്ങൾ പോയിട്ട് അത് കേസ് ക്ലിയറാക്കി പോയിട്ട് വേണം. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് അവിടെ പിടിച്ചു വെക്കും. കേസ് മറ്റുണ്ടെങ്കിൽ പാസ്പോർട്ട് പിടിച്ചു വെക്കും. പിന്നെ നിങ്ങൾക്ക് ഔട്ട് പാസ്സേ കിട്ടുള്ളൂ. പിന്നെ നാട്ടിൽ എക്സ് അടിച്ച് പോകേണ്ടി വരും. ഇപ്പോൾ എനിക്ക് പറ്റിയ പറയണമെന്ന് വെച്ചാൽ ചില ആളുകൾ നല്ല പോസ്റ്റിൽ ഇരിക്കുന്നവരുണ്ടാവും. ഏത് കമ്പനിയിലൊക്കെ HR ഇല്ല നല്ല പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കേസൊക്കെ ആണെങ്കിൽ പാസ്പോർട്ട് പുതുക്കാൻ കൊടുത്താൽ നിങ്ങൾക്ക് പാസ്പോർട്ട് പിടിച്ച് ഔട്ട് പാസ് കിട്ടും. ഔട്ട് പാസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി എക്സിറ്റ് തന്നോളണമല്ല. ചില കമ്പനികൾ എക്സിറ്റ് തരില്ല, നിങ്ങളെ ഔട്ട് പാസും കിട്ടും. പല കാരണം കൊണ്ടാവാം. ചിലപ്പോൾ നല്ല പോസ്റ്റിൽ ഇരിക്കുന്ന ജോലിയൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ വരും. ഇവിടെ എങ്ങനെ നിങ്ങൾ എക്സിറ്റ് പോകും? വല്ലാത്തൊരു ചോദ്യചിഹ്നമാണ്. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഇങ്ങനെ, ഞങ്ങൾ നാട്ടിൽ കേസുണ്ട്, പാസ്പോർട്ട് പുതുക്കാൻ കൊടുത്തു, ഇപ്പോൾ പാസ്പോർട്ട് അവിടുന്ന് മടങ്ങി, എൻക്വയറി മടങ്ങി, പാസ്പോർട്ട് പുതുക്കി കിട്ടുന്നില്ല, എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട്. കമ്പനി എങ്ങനെ എക്സിറ്റ് അടിക്കും ചോദിച്ചിട്ട്. അപ്പോൾ നല്ല ഉയർന്ന പോസ്റ്റിലേക്ക് ഇരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നീങ്ങും. കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം ആലോചിക്കുക. പാസ്പോർട്ട് പുതുക്കാൻ മുമ്പ് കേസ് ഉണ്ടെങ്കിൽ ആ കേസ് ക്ലിയർ ആക്കി എന്നിട്ട് പാസ്പോർട്ട് പുതുക്കാൻ കൊടുക്കുക. അല്ലാതെ പാസ്പോർട്ട് കൊടുക്കാൻ കൊടുക്കുന്നത് പാസ്പോർട്ട് പിടിച്ചു വെക്കും. പിന്നെ ഔട്ട് പാസ്സേ കിട്ടുള്ളൂ. പിന്നെ കോടതിയിൽ നിന്ന് പേപ്പർ ഇട്ടും വാങ്ങി കൊടുക്കുന്നുണ്ട്. ചില കോടതിയിൽ നിന്ന് പേപ്പർ കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർ എക്സിറ്റ് പോകേണ്ട നിർബന്ധമായി വെക്കും. അതുകൊണ്ട് പഴയ മാതിരിയല്ല, പാസ്പോർട്ട് പുതുക്കാൻ കൊടുക്കുമ്പോൾ കേസ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് പുതുക്കാൻ കൊടുക്കരുത്. കേസ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പാസ്പോർട്ട് പുതുക്കുക. കുറച്ച് നേരത്തെ തന്നെ പാസ്പോർട്ട് പുതുക്കാൻ ശ്രമിക്കുക. മറക്കരുത് സുഹൃത്തുക്കളെ, ആരും കൊടുക്കരുത് വിചാരിച്ചിട്ട് പറയണം. ഓക്കെ, ഇത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.